ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോക്ഷം കിട്ടാതെ ആ ആത്മാവ് അലഞ്ഞു നടക്കുന്നുണ്ടാവും. ജീവിതകാലത്ത് അവളെ ദ്രോഹിച്ചവരെ ആത്മാവ് വെറുതെ വിടാനും പോകുന്നില്ല. വേണ്ട, വരുന്ന ഞങ്ങൾ അങ്ങനെ സഹിച്ചോളാം. ഒന്ന് പോകുന്നുണ്ട് രണ്ടുപേരും. നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അത് റോഡിൽ കൂടി കിടന്ന് ഓടട്ടെ. അത് സമ്മാനത്തിന്റെ കാര്യം. പക്ഷേ എന്നെ അമ്പരപ്പിക്കുന്നത് ഫിദാമേടത്തിന് ഇയാളോടുള്ള സ്നേഹമാണ്. എന്റെ അമ്മയെ സ്വന്തം മക്കളെ പോലും ഒരമ്മയ്ക്ക് ഇത്രയും സ്നേഹിക്കാൻ പറ്റില്ല. എടാ, അതെല്ലാവർക്കും മനസ്സിലായ കാര്യമല്ലേ? രാധികയുടെ എല്ലാ കാര്യങ്ങളും ഒരർത്ഥത്തില് ഫിദാമേടം തന്നെയല്ലേ ചെയ്യുന്നത്. ആറ്റുവശ്ശേരിയുടെ കാര്യമായാലും മ്യൂസിക് സ്കൂളിലെ കാര്യമായാലും ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കേസിൽ പെട്ടപ്പോ കോടതിയിലെ കാര്യമായാലും. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയം, ഇതിന്റെ പുറകില് വേറെ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോന്ന്. എന്ത് ദുരൂഹത? അമ്മ, ഫിദ മാഡത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തുടങ്ങിയതാണ് ഈ അന്വേഷണം. ഫിദ മാഡത്തിന് എന്നോടുള്ള സ്നേഹം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ ഇപ്പോ? എടോ, താൻ നോക്കിക്കോ, എന്റെ കണക്കൂട്ടലുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ദേ ഈ സ്നേഹത്തിന്റെ പുറകില് താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഉണ്ടാവും. ഞാനത് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യും. അമ്മ ചുമ്മാ പറയാ. അല്ലല്ല, ചുമ്മാ പറയുന്നൊന്നുമല്ല. പിന്നെ അങ്ങനെ മോളെ, നീ തർക്കിക്കാനൊന്നും നിക്കണ്ട. ഇവൻ പിന്നെ അതിൽ നിന്ന് വിടുന്ന പ്രശ്നമില്ല. മോള് പോയി ഡ്രസ് മാറ്റിട്ട് വാ. ശരി അമ്മ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആർക്കും വിശ്വാസമായിട്ടില്ലല്ലോ. മനുഷ്യര് തമ്മിൽ സ്നേഹവും വിശ്വാസവും ഉണ്ടാകാനേ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അതങ്ങനെ ചിലരെ കാണുമ്പോ നമുക്ക് തോന്നും. രാധിക മോളെ കണ്ടപ്പോ എനിക്ക് അങ്ങനെയാണല്ലോ തോന്നിയത്. ഇവള് എന്റെ കുട്ടിയാണ്, എന്തു വന്നാലും ഇവളുടെ കൂടെ നിക്കണോന്ന്. അങ്ങനല്ലെന്നേ. രാധികയോടുള്ള സ്നേഹം മാത്രമല്ല, പിതാമേടത്തിന്റെ പെരുമാറ്റത്തില് മൊത്തത്തിലൊരു പ്രശ്നമുണ്ട്. എന്തായാലും ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല. എന്താ മോളെ, എന്താ പ്രശ്നം? ദൈവമേ, എന്താ എടുത്തേ? എന്തിനാ രാധിക നിലവിളിച്ചേ? ഞാൻ മുറിയിൽ കയറി വന്നപ്പോ ഡ്രസ്സിന് തീ പിടിച്ചിരിക്കുന്ന കണ്ടു. അയ്യോ, ഇതെങ്ങനെ തീ പിടിച്ചു? എനിക്കറിയില്ല, പെട്ടെന്ന് തീ ആളുമായിരുന്നു. ഇതാരോ കരുതിക്കൂട്ടി ചെയ്തതാ, ഇയാളെ പേടിപ്പിക്കാനായിട്ട്. നമ്മള് എല്ലാവരും ഇവിടെ നിൽക്കല്ലേ, പിന്നെ വേറെ ആര് ചെയ്യാനാ ഇതൊക്കെ? ഒളിഞ്ഞും തെളിഞ്ഞും പലതും ചെയ്യാൻ കഴിയുന്നവര് കൂടെ തന്നെ നിൽക്കുമല്ലേ. ദേവരുൺ, ഉന്നം വെക്കുന്നത് ഞങ്ങളെയാണെങ്കിൽ വേണ്ട. ഈ ഒരു കാര്യമല്ലേ നീ കണ്ടോളൂ. ഇന്നിവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് ദേ അമ്മയോട് ചോദിച്ചു നോക്ക്. പ്രിയങ്കയുടെ ഡ്രസ്സും മറ്റും എടുത്ത് ആറ്റുവാശ്ശേരിയിൽ എത്തിക്കണമെന്ന് അമ്മ പറഞ്ഞു.
അതെടുക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ആരംഭിച്ചതാ ഓരോരോ പ്രശ്നങ്ങൾ. നീ ഞങ്ങളെ നോക്കേണ്ടി വരും. അമ്മയാ എല്ലാം കണ്ടത്. അമ്മ പ്രിയങ്കയുടെ മുറി കയറിയപ്പോ എന്തൊക്കെയാ നടന്നേന്ന് അറിയോ? എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അത് എന്തൊക്കെയോ അസാധാരണമായ കാര്യങ്ങൾ നടന്നു. അത് സത്യമാ. തോന്നലാണെന്ന് ഞാൻ പറഞ്ഞതാ മോനെ, ഇവള് കേക്കണ്ടേ? തോന്നല് തന്നെയാ. ദേ, ഇനി ഇതും പറഞ്ഞ് ആരും രാധിയെ പേടിപ്പിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? ഞങ്ങള് പേടിപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ ഒരു ദുർമരണം നടന്നിട്ടുണ്ട്. മോക്ഷം കിട്ടാതെ ആ ആത്മാവ് അലഞ്ഞു നടക്കുന്നുണ്ടാവും. ജീവിതകാലത്ത് അവളെ ദ്രോഹിച്ചവരെ ആത്മാവ് വെറുതെ വിടാനും പോകുന്നില്ല. ദേ, വേണ്ട, വരുന്ന ഞങ്ങൾ അങ്ങനെ സഹിച്ചോളാം. ഒന്ന് പോകുന്നുണ്ട് രണ്ടുപേരും. വാ ചെറിയമേ, ഇനി ഇവിടെ നിന്നാലേ പ്രിയങ്കയുടെ ആത്മാവിനെ നമ്മൾ ഇറക്കി വിട്ടതാണെന്ന് കൂടി പറയും. അതെന്തിനാ നമ്മള് കേൾക്കുന്നത്? വാ. താമ രണ്ട് പേടിച്ചല്ലോ. വരണി പറയുന്ന കൊള്ളതായിരിക്കോ? ദേ, മതി മതി. ദേ, ഈ കാര്യം ഇനി നമുക്ക് ചർച്ചയില്ല. അമ്മേ, ആവശ്യമില്ലാത്ത തോന്നലുകൾ ഉണ്ടാവുക, എന്നിട്ട് അതിന്റെ ബാക്കിയായി അസാധാരണമായ കാര്യങ്ങൾ കാണുക, അതൊക്കെ മനസ്സിന്റെ വെറും തോന്നല. ആളുകൾ മരിച്ചാൽ അതോടെ കഴിഞ്ഞു. അല്ലാതെ ആത്മാവ് വണ്ടിയും വിളിച്ച് ആരോടും പ്രതികാരം ചെയ്യാൻ ഇറങ്ങില്ല. അമ്മ കൂടി ചെല്ല്. അത് അമ്മ കണ്ടത് എന്തൊക്കെയാ? അതിന് കാരണം എന്താ? ഒരു 10 മിനിറ്റ് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാല് അമ്മയ്ക്ക് അതിന്റെ മറുപടി കിട്ടും. അത്രേ ഉള്ളൂ ഈ കാര്യത്തിന് പരിഹാരം. അല്ലാതെ ദേ, ഈ തോന്നലുമായിട്ട് നടന്നാലേ ആറ്റുവാശ്ശേരിയിലെ മുത്തശ്ശിയുടെ ഗതിയാവും. അമ്മ ചെല്ല്. മോളെ, നീ എന്തിനാ പേടിക്കുന്നേ? നിന്റെ ഭഗവാൻ നിന്റെ കൂടെയില്ലേ? പിന്നെയാണോ ആത്മാവും പ്രേതവും ഭൂതവും പിശാചും ഒക്കെ? മോള് പേടിക്കണ്ട കേട്ടോ.